ആരാണ് നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്? നിങ്ങളുടെ ജഡ്ജസിന് യഥാർത്ഥത്തിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഒരു ജഡ്ജായിരിക്കുന്ന ആള് അനാട്ടമി, പോസിങ്ങിന്റെ ക്രൈറ്റീരിയ, സിമെട്രി, പ്രൊപ്പോർഷൻ, ഡെഫിനിഷൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിലയിരുത്തി അതിൽ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു അറിവ്, കഴിവ്, ഇതെല്ലാം വേണം. കൂടുതലും ഇപ്പൊ ജഡ്ജുകൾ ആക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ ശിഷ്യന്മാരെ കൊണ്ട് മത്സരങ്ങളിൽ ഇറക്കി ആ സംഘടനയിൽ സ്വാധീനം ചെലുത്തി കഴിയുമ്പോൾ ആ ആളെ ജഡ്ജാക്കുന്ന ഒരു അവസ്ഥ. ചായ വാങ്ങിച്ചു കൊടുത്ത ആളും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത ആളും ജഡ്ജായിരിക്കുന്ന സാഹചര്യമല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എല്ലാ സംഘടനയിലെ ജഡ്ജസും ബോഡി ബിൽഡിംഗ് ചെയ്തവരോ ട്രെയിനറായിരുന്നവരോ പഠിച്ചവരാണോ? പലരെയും നിങ്ങൾ മുൻകാലങ്ങളിൽ മത്സരത്തിന്റെ സ്റ്റേജിന്റെ സൈഡിൽ വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും എന്ന ആൾക്കാരെ ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ല. നമ്മൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ആളുകളെ മാത്രം ജഡ്ജിങ് പാനലിലേക്ക് എടുക്കുക എന്നുള്ളൊരു മെൻസ് ക്ലാസിക് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ മാത്രം 16 പേജ് ഉണ്ട്. ഇത് മെൻസ് ക്ലാസിക് ഫിസിക് ഉണ്ട്, മെൻസ് ക്ലാസിക് ബോഡി ബിൽഡിംഗ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര ജഡ്ജസിനോട് അറിയാം? ഇത് രണ്ടിലും ഇത്രയും ബുക്കുകളെല്ലാം പഠിക്കണമെങ്കിൽ ഇവർക്ക് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഒരു 10 ജയിക്കാത്ത +2 ജയിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും? ഈ ജഡ്ജ് എന്ന് പറയണത് കാശ് കൊടുത്താലും സ്വാധീനം ഉപയോഗിച്ച് കിട്ടേണ്ട ഒന്നാവരുത്.